Okay, നമ്മൾ സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളൊരു വിഷയമായിട്ടാണ് ഇവിടെ വിദ്യാർത്ഥികൾ വന്നിട്ടുള്ളത്. ഫാത്തിമ ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവർ എന്ത് പ്രൊജക്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഖാദർ സാർ, നിങ്ങൾക്ക് ഇവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ തോന്നുന്നു. So we are really happy to see one of the very innovative projects presented by Markaz Kumbara Fatima B Memorial School under the guidance of our great Nasser sir. So we are happy to hear from you both students. Okay, over to you. ഓക്കെ, ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ 2017 ഒരു ഗെയിൽ പൈപ്പ് ലൈൻ പ്രൊജക്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കേരളത്തിൽ നിലനിന്ന് കൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ് ലൈനാണ് ഗെയിൽ പൈപ്പ് ലൈൻ. ഈ സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് നമ്മൾ എന്താക്കി, സമരം ചെയ്തു, ഒരുപാട് ബോംബേറുകൾ, കടകൾ പരിശോധിക്കുക, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ഒരു കാരണവശാലും ഇത് എന്താക്കിയില്ല, ഫ്ലോപ്പ് ആക്കിയില്ല. ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നു, വർക്ക് നടക്കുന്നു, ജസ്റ്റ് ഗെയിൽ ഓപ്പൺ ആവാൻ നിൽക്കുന്നു. പക്ഷേ ഈ സിസ്റ്റം കൊണ്ടുവന്ന സമയത്ത് സെക്യൂരിറ്റി സിസ്റ്റം എന്നൊരു സംഭവം കൊണ്ടുവന്നിട്ടില്ല. നമ്മളെ കേരളം എപ്പോഴും പിന്നോട്ടാണ് ചിന്തിക്കുക, മുന്നോട്ട് ചിന്തിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട് പിന്നെയാണ് ചിന്തിക്കുക, ഒരു സെക്യൂരിറ്റി കൂടി വേണമല്ലോ എന്ന്. അത് എല്ലാത്തിലും നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അതുപോലൊരു സിസ്റ്റമാണ് ഗെയിൽ. ഇത് കൊണ്ടുവന്ന സമയത്ത് സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉണ്ട്, അവർ സെക്യൂരിറ്റി ആയിട്ട് അവരുണ്ട്, ബട്ട് അത് പെട്ടെന്ന് അവർ കണ്ടെത്താനുള്ള സിസ്റ്റം ഇല്ല. നമ്മൾ കൊണ്ടുവന്ന ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഗെയിൽ എവിടെയെങ്കിലും ലീക്കേജ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഈ ഗെയിൽ ഓഫീസുണ്ട്, 24/7 വർക്ക് ചെയ്യുന്ന ഗെയിൽ ഓഫീസുണ്ട്. ഈ ഗെയിൽ ഓഫീസിലേക്ക് സെൻസർ അലേർട്ട് ചെയ്യും. അത് ഓൺ ദി സ്പോട്ട് തന്നെ അവിടെ 5 കിലോമീറ്റർ ചുറ്റുള്ള പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, പെട്രോൾ പമ്പ്, അതുപോലെ വീടുകളിലേക്കൊക്കെ എന്ത് ചെയ്യും, അലേർട്ടിംഗ് മെസ്സേജ് എത്തുകയും ചെയ്യും. ഫോണിൽ നമ്മൾ എത്ര ലീക്കേജ് ഗെയിൽ അത് ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടെന്നതും നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വർക്ക് കാണിച്ചു തരാം സാറെ. ഫോൺ ജസ്റ്റ് ചെയ്തിട്ട് ഫോൺ കണക്ട് ചെയ്യാം. അത് വേണ്ട, വർക്ക് ചെയ്യില്ല. മൊബൈലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്, അപ്പം മൊബൈലില്ലാതെ വർക്ക് ചെയ്യില്ല. ആ ലീക്കേജ് ഉണ്ടാവുന്നത് സെൻട്രൽ ഓഫീസിൽ എവിടെയാണ് കാരണം എന്തായിരിക്കും? ഇത് ഈ ഗെയിൽ പൈപ്പിലേക്ക് വളരെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് വരിക. പിന്നെ ഇത് ടൈറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മണ്ണിനടിയിലൂടെ, അതെ. അപ്പം എങ്ങനെയാണ് അതിന് പോസിബിലിറ്റി എത്രയായിരിക്കും? പോസിബിലിറ്റി ഇത് ജോയിന്റിൽ മാത്രമേ ഇതിന് പോസിബിലിറ്റി വരുന്നുള്ളൂ. ഈ കാവൻ അല്ലാത്ത സ്ഥലം വളരെ ഇതായിട്ടാണ് അവർ ചെയ്യുന്നത്, നല്ല പ്രൊട്ടക്ഷനിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ ആ ഏരിയയിൽ മാത്രമേ നമ്മൾക്ക് ലീക്ക് ആകുന്നപ്പോൾ ഈ ബാലുശ്ശേരിയിൽ എടുത്തൊരു പ്രശ്നം ഉണ്ടായി. ഗ്യാസിൽ ചെറിയൊരു കുറവിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ ആ സമയം അല്ലാതിപ്പോൾ നമ്മളെല്ലാ ഏരിയയിലേക്കും എത്തുകയും ചെയ്യും. ഷോർട്ട് വേസ്റ്റാ 200 അളവിലാണ് ഇപ്പോൾ നമ്മളെ ഗ്യാസ് ഇപ്പോൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 200-ലാണ് ഇപ്പോൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ റോങ് ഇൻഫർമേഷൻ പോകാൻ വളരെ സാധ്യത കൂടുതലാണ് നമ്മൾ ചിന്തിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഒരുപാട് സാധനം ഇത് സ്മെല്ല് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് മെസ്സേജ് എന്നാൽ റോങ് ഇൻഫർമേഷൻ ആവുകയും ചെയ്യും. അത് ഓഫീസേഴ്സിനും അതുപോലെ തന്നെ അവിടെയുള്ള അലേർട്ട് മെസ്സേജ് നൽകുന്ന നമ്മളൊരു വേറെ രീതിയിൽ കാണാം. അപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 1.5, ഇപ്പോൾ നമ്മൾ ഗ്യാസ് ആഡ് ചെയ്യാതെ എന്ത് ചെയ്യും, 1.5 എന്ന് നമ്മൾ ഇതിൽ കാണിക്കും, 1.05. ഇതെന്താ വെച്ചാൽ ഈ അന്തരീക്ഷത്തിൽ കിടന്ന കാരണമാണ് ഈ ഗ്യാസ് ആണ് സ്മെല്ല് ചെയ്യുന്നത് ഇതിൽ കാണുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഗ്യാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ടെമ്പറേച്ചർ കൂടി സെൻസർ അലേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ അലേർട്ട് കിട്ടി, നമുക്കൊക്കെ അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഇസ് ആക്ഷൻ? ഇതിനെ ഈ ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള അല്ല, നമ്മളിത് പറഞ്ഞാൽ ആദ്യം ലീക്ക് ആവുന്ന ആ സ്പോട്ടിൽ തന്നെ നമുക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. ആ സമയം കൊണ്ട് ഫയർ സ്റ്റേഷനുകാർക്ക് ഇവിടെ വന്ന ഒരു അവയർനെസ് നൽകണം നമ്മുടെ ആൾക്കാരിലേക്ക്. പിന്നെ ഇവിടെ വർക്കേഴ്സും ഉണ്ട്, അവർക്ക് ഇതിനെ കുറിച്ച് ചെയ്യാനും പറ്റും. അതെ, നമ്മളെ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് വീടുകളിൽ നമ്മൾ ചെയ്യാം. ഒന്ന് അവയർനെസ് നൽകി നമുക്ക് അവിടെ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാം. രക്ഷപ്പെടേണ്ട ആവശ്യമില്ല, കാരണം പ്രകൃതിയിലേക്ക് പെട്ടെന്ന് ലയിച്ചു തരും ഗ്യാസ്. പ്രകൃതിയിലേക്ക് പെട്ടെന്ന് ലയിച്ചു തരും. അതാണല്ലോ നമ്മുടെ ഈ വീട്ടിൽ ഗ്യാസ് ലീക്കാൽ ജനല് തുറക്കണം, വാതിൽ തുറക്കണം എന്നൊക്കെ ആദ്യം ഓപ്പൺ ചെയ്യാൻ പറയുന്നത് അതാണല്ലോ. അത് ഈ ഓപ്പൺ ഏരിയ തന്നെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വേഗം വായുവിലേക്ക് ഫുൾ ഇതാക്കും. അതെങ്ങനെ ഇടപെടുത്താൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജിയാണ് It's an expensive something. എല്ലാ ഫോർമേറ്റിലും ജോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന് കോർ ഏരിയ ഉണ്ട്, ലൈക്ക് ബാലുശ്ശേരിയൊക്കെ ഉള്ള കോർ ഏരിയ ഉണ്ട്. ഒരു മൊഡ്യൂളും യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇത്
ഇത് ഗ്യാസ് ലീക്ക് ആവുന്ന വെച്ചാൽ ഗെയിലിൻ്റെ മാതിരി സ്മെല്ല് വരില്ല. ഇത് ഒരു വാതകമാണ് വരിക. അപ്പോൾ ഈ വാതകം NQ6 എന്ന് പറഞ്ഞ ഈ മെഡ്യൂളിന് എളുപ്പം തിരിച്ചറിയാൻ കഴിയും. അപ്പം ഈ ഇത് ലീക്കേജ് ഉണ്ടാകുമ്പം ഉടൻ തന്നെ ഈ ബസറടിച്ചിട്ട് അടുത്തുള്ള ഈ ഗെയിൽ ഓഫീസിലേക്ക് ഒരു അലേർട്ട് മെസ്സേജ് പോകും. അതുപോലെ പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, അടുത്തൊരു പ്രദേശത്തെ വീടുകളിലേക്കൊക്കെ ഈ മെസ്സേജ് പോവുകയും ചെയ്യും. പിന്നെ ഒരു ലൈറ്റ് കത്തുകയും ചെയ്യും ഇപ്പോൾ കാണിച്ച പോലെ. അപ്പം ഈ ഗെയിൽ ഓഫീസേഴ്സിന് ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ള ഇവരൊക്കെ വിളിച്ചിട്ട് ഈ പ്രദേശവാസികൾക്ക് അവരെ മാറ്റി താമസിപ്പിക്കുക, അവർക്ക് രക്ഷ നേടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ബാലുശ്ശേരി അടുത്ത് ലീക്ക് ഉണ്ടായ സമയത്ത് ഇവർ അറിഞ്ഞിട്ടില്ല, ഒരുപാട് ഗ്യാസ് അവിടെ സ്പ്രെഡായി. പക്ഷേ ഇത് അറിയുന്നത് എങ്ങനെയാ വെച്ചാൽ അവിടെ ഒരു PWDക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്തുള്ള സൗണ്ടാണ്, ഈ ലീക്കിൻ്റെ സൗണ്ടാണ് നല്ല ഫോഴ്സിൽ വരുന്നതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവരിത് അറിഞ്ഞത് ഇങ്ങനെ ലീക്ക്. നല്ല സ്മെൽ. ഇപ്പം നമ്മൾ വീട്ടിൽ ഗ്യാസ് ലീക്ക് എന്താ സ്മെല്ല് ചെയ്തിട്ട് ഈ പെട്ടെന്ന് അവിടെ ഫ്ലാഷ് വരികയാണ്. ആ സ്പോട്ടിൽ അവിടെ ഫുള്ളല്ല, പൈപ്പിൽ മൊത്തം വരുന്ന എവിടെ വരുന്ന അവിടെ ഫുള്ള് ഇതാവല്ലേ ചെയ്യുന്നത്. അതാണ് എന്താ ഈ October 8-നാണ് നമ്മുടെ 2022 October 8-നാണ് നമ്മുടെ സിസ്റ്റർ സംഭവം ഉണ്ടാകുന്നത്. Fantastic idea. താങ്ക്സ്. Your good name? ഷാവുൽ ഹമീദ്. Shawul Hamid and Seena. Okay. And a special congratulations to the Nasser sir.